ഹായ്, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടു നോക്കട്ടെ. വേറൊന്നുമല്ല, ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ വിജയത്തിലേക്കുള്ള ഒരു പരീക്ഷണമാണ് ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മളെ ശരീരവും നമ്മളെ മനസ്സും ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്ത് ചാടാൻ വേണ്ടി, ആ പ്രതിസന്ധികൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊരു നിസ്സാര പ്രോസസ്സല്ല. ഈ പ്രോസസ്സ് ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രതിസന്ധിയിൽ കരകയറണം എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ നിന്നും നമ്മൾ ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യും. ആ പ്രതിസന്ധിയെ നമ്മൾ തരം ചെയ്യും. നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മളൊരു പ്രതിസന്ധിയെ തരം ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒരു കാര്യം പഠിക്കുന്നുണ്ട്. കാരണം ആ പ്രതിസന്ധികളെ തരം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരം പഠിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഓരോ പ്രതിസന്ധികളും തരം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടികളും ചവിട്ടിക്കേറി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഈ നമുക്ക് സന്തോഷം മാത്രം നിറഞ്ഞൊന്നല്ല ജീവിതം. ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാനും കൂടി ഇടകലർന്ന് ചേർന്നതാണ് ജീവിതം എന്നുള്ളതും. ജീവിതത്തിൽ നമുക്കൊരു ആയുസുണ്ട്, ആയുസിൻ്റെ ഉള്ളിൽ നമ്മൾ മരണപ്പെടുമെന്നുള്ളതും ആ ഭരിക്കുന്നത് വരെ നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണെന്നും നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യേണ്ടത് നമ്മൾ കടമയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ പരാജയപ്പെടുത്തുന്നതല്ല, നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് തരുന്ന അനുഭവത്തിന്റെ ഒരു പാഠപുസ്തകമാണ് പ്രതിസന്ധി എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും ഉഷാറായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ.